എല്ലാവർക്കും ചിങ്കുവന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിന്റെ റെസിപ്പിയാണ് ട്ടോ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ദേ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സദ്യക്ക് പായസം ഇല്ലാണ്ട് ഇരിക്കില്ല അല്ലേ? അപ്പോൾ നമുക്ക് ദേ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ശർക്കര കൊണ്ടാണ് ട്ടോ ഈ ഒരു പായസം തയ്യാറാക്കി എടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതേ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെർമിസെല്ലി അതായത് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് പാലാണ്, അത് 1 ലിറ്റർ പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചുക്കും കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി ദേ ഒരു ഉരുളിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഇതേപോലെ ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ഈ സേമിയ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് അതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും. ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉരുളിയിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് ശർക്കര, അതായത് നമ്മൾ സേമിയ എടുത്ത ആ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് എപ്പോഴും ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പായസത്തിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ നെയ്യും കൂടി ഇട്ടിട്ട് അതിനെ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാക്കി അവിടെ വെച്ചിട്ടുള്ള 1 ലിറ്റർ പാല് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാലും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഉണ്ടല്ലോ ഇനി ഇതിൽ കിടന്നിട്ട് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ മധുരമൊക്കെ നോക്കിയിട്ട് ബാക്കി ശർക്കരയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ടോട്ടലായിട്ട് 2 കപ്പ് ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ശർക്കര ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പഞ്ചസാരയേക്കാളും നല്ലത് എപ്പോഴും ശർക്കര യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ബാക്കി നമുക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചേഞ്ച് ആയി വരും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും അതുപോലെ തന്നെ ചുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാലും ഒക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സേമിയ വറുത്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ സേമിയയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ പാലിൽ കിടന്നിട്ടാണ് ഈ സേമിയ വെന്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം, അതായത് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചുക്കും ഏലക്കായും ഒക്കെ പൊടിച്ചതുണ്ടല്ലോ അത് ഫുള്ളായിട്ട്, അത് എത്ര നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു അളവ്, അതായത് ഒരു 1.5 ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ, ഇപ്പോൾ നമുക്ക് സൈഡ് കണ്ടാൽ അറിയാം അത്രയും വെള്ളം ഉണ്ടായിരുന്നത് വറ്റി 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 ഈ ഒരു പരുവത്തിലായിട്ടാണ്. ഇനിയിപ്പോൾ ഈ സേമിയ പായസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഇരിക്കും തോറും കട്ടയായിട്ട് വരും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലെവൽ വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് അതിനെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വറ്റി കട്ടയായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഈ അത്യാവശ്യം വെള്ളത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പരിധി വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടാ. ഇനി ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിനെ നമുക്കൊന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം കറക്റ്റ് പാകത്തിന് വറ്റി റെഡിയായി വരും ട്ടോ. അങ്ങനെ ദേ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നോക്കിയേ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ കുറഞ്ഞ് കണ്ട കുറുകി വന്നു. അപ്പോൾ അതേ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ നമ്മൾ അത്യാവശ്യം വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ നന്നായിട്ട് കുറുകിയായിട്ടുള്ള പായസം കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കട്ട പിടിക്കും പെട്ടെന്ന് തന്നെ സേമിയ പായസം. അപ്പോൾ മിക്കവരും ഉണ്ടാക്കുമ്പോൾ പറയും ഇത് ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും സേമിയ പായസം ദേ ഇതേപോലെ കട്ട പിടിച്ചു. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഒരു പരിധി അതായത് നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ കുറച്ച് അധികം വെള്ളമുള്ള പോലെ തോന്നും നമുക്ക്. ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ഓഫ് ചെയ്തിടണം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാകത്തിന് വെള്ളമായിട്ട് കുറുകി കിട്ടും ട്ടോ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.